ഹായ് മക്കളെ, നാളെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മാച്ച് ദ ഫോളോയിങ്ങും ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മാച്ച് ദ ഫോളോയിങ് ചെയ്തിട്ടുണ്ട്. കാണുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് നോക്കിയേ. രാമകൃഷ്ണ മിഷൻ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് എന്ന് കൊണ്ടുവന്ന രാമകൃഷ്ണ മിഷൻ കൊണ്ടുവന്നത്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അടുത്ത് അലിഗഡ് മൂവ്മെന്റ് ആരാണ്ടാ? സർ സയ്യദ് അഹമ്മദ് ഖാനാണ് എന്ത് കൊണ്ടുവന്ന അലിഗഡ് മൂവ്മെന്റ് കൊണ്ടുവന്ന വ്യക്തി. തിയോസഫിക്കൽ സൊസൈറ്റി അറിയാം, ആരാണ്? ആനി ബെസന്റ് ആണ്. പിന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാമി വിവേകാനന്ദ. അലിഗഡ് മൂവ്മെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആനി ബെസന്റ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. അടുത്ത് ശ്രീ നാരായണ ഗുരു, എല്ലാവർക്കും അറിയാമായിരിക്കും. ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP ആണ് ആര് സ്ഥാപിച്ചത്? ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ചത്. അടുത്ത് TK മാധവനുമുണ്ട്, AK ഗോപാലനുമുണ്ട്. തിരിഞ്ഞു പോലെ മക്കളെ. TK മാധവൻ എന്ത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു TK മാധവൻ. AK ഗോപാലൻ ആരുമായി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ TK മാധവൻ വൈക്കം സത്യാഗ്രഹ, AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹ. അപ്പോൾ G ഉണ്ട്, ഇവിടെ ഒരു G ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇവിടെ ഒരു G, ഇവിടെ ഒരു G. അപ്പോൾ എന്ത് ചെയ്യുക? AKG ഗുരുവായൂർ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ T പ്രകാശം എന്താണ്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് T പ്രകാശം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹം മാർക്ക് ചെയ്ത് പഠിച്ചുള്ള ഒരു ഷോർട്ട് നോട്ടിന് ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹമാകട്ടെ ഗുരുവായൂർ സത്യാഗ്രഹം മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ 2 ടോപ്പിക്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ശ്രീ നാരായണ ഗുരു, SNDP, TK മാധവൻ വൈക്കം സത്യാഗ്രഹ, AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹ, പിന്നെ T പ്രകാശം ആരാണ്? ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത് മക്കളെ, ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ABCD ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് തക്കതായ 1, 2, 3, 4 ഏതാണ് നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഒന്നിന്റെ ഉത്തരം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിയാടാ, വൈകുണ്ഠസ്വാമികൾ എന്ത് സ്ഥാപിച്ചു? സമത്വ സമാജം കൊണ്ടുവന്ന വ്യക്തികളാണ് അവർ വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ബാക്കിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത മാച്ച് നോക്കിയേ. 1.25 കോടി മലയാളികൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? EMS നമ്പൂതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്. അടുത്ത് നിവർത്തന പ്രക്ഷോഭം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? C കേശവനാണ് മക്കളെ. നിവർത്തന പ്രക്ഷോഭം ആരാണ്? C കേശവനാണ് നിവർത്തന പ്രക്ഷോഭം. അടുത്ത് മലയാളി മെമ്മോറിയലുമുണ്ട്, ഈഴവ മെമ്മോറിയലുമുണ്ട്. തിരിഞ്ഞു പോലെ മക്കളെ. ഈഴവ മെമ്മോറിയൽ വരുന്നത് പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ പൽപ്പുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളി മെമ്മോറിയൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാരിസ്റ്റർ GP പിള്ളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ GP പിള്ള, ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു, 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്, നിവർത്തന പ്രക്ഷോഭം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? C കേശവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറക്കല്ലേ മക്കളെ. അടുത്ത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാരാ? രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അടുത്ത് ജാമിയ മിലിയ ഇസ്ലാമിയ, എല്ലാവർക്കും അറിയാമായിരിക്കും. ആരാണ്? MA അൻസാരിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത്. അടുത്ത് കേരള കലാമണ്ഡലം സ്വാഭാവികം വള്ളത്തോൾ നാരായണ മേനോൻ, എല്ലാവർക്കും അറിയാമായിരിക്കണം. അടുത്ത് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ ആര് കൊണ്ടുവന്നതാണ്? നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിജി കൊണ്ടുവന്നതാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. അപ്പോൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, രവീന്ദ്രനാഥ് ടാഗോർ, ജാമിയ മിലിയ ഇസ്ലാമിയ, MA അൻസാരിയാണ്, കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ, വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ മഹാത്മാഗാന്ധി. അടുത്ത് ശ്രീരംഗപട്ടണം ട്രീറ്റി. ഇതൊരു നല്ലൊരു മാച്ച് ഫോളോയിങ്ങാണ്. 3 കോളം ഉണ്ട്, തിരിഞ്ഞു പോകില്ല ഒരിക്കലും. ശ്രീരംഗപട്ടണം ട്രീറ്റി നമുക്കറിയാം മൈസൂറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീരംഗപട്ടണം ട്രീറ്റി മൈസൂറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീരംഗപട്ടണം ട്രീറ്റി ഏത് വർഷമാണ് മക്കളെ? 1792 മൈസൂർ നമ്മളെ ബ്രിട്ടീഷ് അവരുമായിട്ട് ഒപ്പുവയ്ക്കുന്ന ട്രീറ്റിയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി. അടുത്ത് മലബാർ ടെനൻസ് ആക്ട് അല്ലെങ്കിൽ മലബാർ കുടിയായ്മ നിയമം എന്നൊക്കെ നമുക്ക് പറയാം. മലബാർ ടെനൻസ് ആക്ട് വരുന്നത് അവിടെ വന്ന കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. ഏത് കമ്മീഷൻ? ലോഗൻ കമ്മീഷനാണ് മക്കളെ. വർഷം 1929. അപ്പോൾ മലബാർ ടെനൻസ് ആക്ട് വരാൻ കാരണമായ കമ്മീഷനാണ് ലോഗൻസ് കമ്മീഷൻ. ആക്ട് വന്ന വർഷം 1929 മക്കളെ, മറന്നുപോകല്. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് അനൗൺസ് ചെയ്ത നമ്മളെ റൂളറാണ് ഗൗരി പാർവതി ബായ്. ആരാണ്? ഗൗരി പാർവതി ബായാണ് മക്കളെ. വർഷം 1817. ലാസ്റ്റ് നമ്മുടെ പുന്നപ്ര വയലാർ CP രാമസ്വാമി അയ്യറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വർഷം? 1946. 1946. അപ്പോൾ ശ്രീരംഗപട്ടണം ട്രീറ്റി മൈസൂർ ആണ്. ഏത് വർഷം? 1792. മലബാർ ടെനൻസ് ആക്ട് ലോഗൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1929. പ്രൈമറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന വ്യക്തി ഗൗരി പാർവതി ബായ്. വർഷം 1817. ലാസ്റ്റ് പുന്നപ്ര വയലാർ CP രാമസ്വാമി അയ്യർ 1946.
അടുത്ത് നേരത്തെ പറഞ്ഞ വ്യക്തികൾ തന്നെയാണ് മക്കളെ. കണ്ട, GP പിള്ളയും പൽപ്പും റിപ്പീറ്റഡ് ആണ്. ആലോചിച്ച് നോക്കിയാൽ GP പിള്ള അറിയാം, മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു GP പിള്ള. അടുത്ത് ഡോക്ടർ പൽപ്പു ആരാ, ഈഴവ മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ പൽപ്പു. അടുത്ത് മന്നത്ത് പത്മനാഭൻ C കേശവൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവർത്തന പ്രക്ഷോഭം. ഇതൊക്കെ എല്ലാം പ്രീവിയസ് ആണ് മക്കളെ. കണ്ട, ഇഷ്ടംപോലെ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പ്രീവിയസ് ആണ്. ആലോചിക്കുക, C കേശവൻ നിവർത്തന പ്രക്ഷോഭം, പിന്നെ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ മറക്കല്ല്. നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല പഠിക്കുക.